ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഈവൺ എന്നെ തെറിവിളി ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ടെലിഗ്രാം പ്രൊജക്റ്റും അതേപോലെ തന്നെ ഡോഗ്സും അതേപോലെ തന്നെ പെങ്ക്യുവും അങ്ങനെയുള്ള കുറേ പ്രൊജക്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന ട്രഷറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ കുറേ ഡീറ്റെയിലുകൾ ഞാൻ അന്ന് പറയുന്നുണ്ട്. ട്രഷറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നല്ലതാണോ അതോ ചീത്തയാണോ? ഇവർ ഇത്രയും കാലം നമ്മുടെ ഒരു ആൾറെഡി തന്നെ ടെലിഗ്രാമിലുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ് തന്നെ നമുക്കിതിൽ നല്ല രീതിയിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു സപ്പോർട്ടോടെ കൂടിയാണ്, ഇല്ലെങ്കിൽ ഒരു ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു സപ്പോർട്ട് കൂടിയാണ്, ഇല്ലെങ്കിൽ പൗസ് ആയിക്കോട്ടെ, പൗസിന് കുറേ നെഗറ്റീവ് പറഞ്ഞാലും പൗസ് ആയിക്കോട്ടെ, പെങ്ക്യു എന്ന് പറഞ്ഞിട്ടുള്ള ഈ മീം കോയിൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള മേജറായിട്ടുള്ള പല പ്രൊജക്റ്റുകളുടെ സപ്പോർട്ട് കൂടി വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു ട്രഷറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. അപ്പോൾ ഈ ട്രഷറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ ഇത്ര ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ടിക്കറ്റൊക്കെ ഫാം ചെയ്യാൻ പറ്റി. ഒരു ടൈം ലിമിറ്റൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈം ലിമിറ്റൊക്കെ കഴിഞ്ഞു. ആ ടൈം ലിമിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ കിട്ടിയത്, ഇനി നമ്മൾക്ക് എന്താണ് അതിൽ കിട്ടാൻ പോകുന്നത്, ഇത് വലിയൊരു സ്കാം ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തവരോടൊന്നും ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയില്ല. ഞാനും ചെയ്തിട്ടുണ്ട്, ഞാനും ഇതിൽ വിശ്വസിച്ച ഒരാളാണ്. പക്ഷേ ഇതിൽ കുറച്ച് നെഗറ്റീവുകൾ കിടക്കുന്നുണ്ട്. ആ നെഗറ്റീവുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ട്രഷറി ഈസ് റിയൽ ഓർ സ്കാം. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ പേജിലേക്ക് വന്നിട്ടുണ്ട്. ദ ഡേ ഹാസ് കം, ദ ഡോർ ഈസ് ഓപ്പൺ. അപ്പോൾ ഇത്രയും കാലം അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ആ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കൗണ്ട് ഡൗൺ ഒക്കെ അവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഓരോ ദിവസവും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ കോഡ് തന്നിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ടിക്കറ്റ് ആവാം, ഇല്ലെങ്കിൽ ആ ടിക്കറ്റ് അവർ പോയിന്റ്സ് ആക്കി മാറ്റാം. ആ ഒരു പോയിന്റ്സ് നേടാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോ കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഓരോരോ ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തം സീക്രട്ട് ടാസ്ക് പോലെയായിരുന്നു. പെട്ടെന്നൊന്നും ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ട്വിറ്റർ പേജൊക്കെ എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി എന്താണ് ട്വിറ്റർ പേജ് അവർ എന്ത് ചെയ്യുന്നു, അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. പക്ഷേ ആ ട്വിറ്റർ പേജ് 2022 തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരുപാട് ഫോളോവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഒരു ഹൈപ്പോടെ കിട്ടാനും അങ്ങനെ വളരെയധികം ഹൈപ്പ് കിട്ടാനുള്ള കാരണം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിലും ഇവൻ്റെ ഒഫീഷ്യൽ പേജിലൊക്കെ ഈ ഒരു പ്രൊജക്റ്റ് പെട്ടെന്ന് തന്നെ എൻ്റർ ആയപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ അവർക്ക് 628.6K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ടെലിഗ്രാമിൽ മാറിയിട്ടുണ്ട്. 1 മില്യൺ യൂസേഴ്സൊക്കെ ആയിട്ട്, 1 മില്യൺ എബോ യൂസേഴ്സൊക്കെ ആയിട്ട് അവൻ്റെ ബോട്ടിലേക്ക് എന്താണ് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ടാസ്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ അവരൊരു ഇൻട്രോ വീഡിയോ ആയിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് തരാൻ പോകുന്നത്, ഇല്ലെങ്കിൽ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത്, അപ്പോൾ ഇതുവരെ ഓപ്പൺ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ പോലെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ആ വീഡിയോ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാട് കുറേ പൈസയൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്റ്റാർട്ട് ചെയ്യരുത്. എയർ ഡ്രോപ്പ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മേ ബി എയർ ഡ്രോപ്പ് ഒരു ടോക്കൺ ആയിട്ട് കിട്ടാം, ഇല്ലെങ്കിൽ കൂടുതലും അവരിവിടെ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മേജറായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാനാണെങ്കിൽ, ഇപ്പോൾ ഈ ടെലിഗ്രാം ഗിഫ്റ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷനൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പോകുന്നത് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ സൗണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ സൗണ്ട് എന്തായാലും കുറയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 3-4 പ്രൊജക്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കുറച്ച് ഒരു ഗിഫ്റ്റൊക്കെ തരാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും. അതിൽ മേജറായിട്ട് 2-3 ഗിഫ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. ഒരു ഡയമണ്ട് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു സിഗാർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെലിഗ്രാമിൽ നിങ്ങൾ എത്രത്തോളം മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ ടെലിഗ്രാം ആക്ടിവിറ്റീസ് റിഗാർഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് പോയിന്റ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ, നമ്മളിപ്പോൾ ആൾറെഡി തന്നെ കളിച്ചിട്ടുള്ള ഡോഗ്സിലൊക്കെ നമുക്ക് ആദ്യം ഒരു ക്ലെയിമിംഗ് പോയിന്റ്സ് കിട്ടിയില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു ക്ലെയിമിംഗ് ബോക്സ് ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൾറെഡി എല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ VIP ആണോ പ്രീമിയം ആണോ എല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ കോഡും എല്ലാ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ എവിടെയാണ് ഈ കോഡൊക്കെ ഡ്രോപ്പ് ചെയ്യുക, നേരെ ഈ ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ, അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡെയിലി ആക്ടിവിറ്റീസ് ആയിട്ട് അവർ ഓരോ ആക്ടിവിറ്റീസ് ഇടും. അപ്പോൾ ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് ഇനി പുതിയൊരു ഡോർ ഓപ്പൺ ചെയ്ത് വേറൊരു ആക്ടിവിറ്റീസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് കോമൺ ആയിട്ട്
കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഗിവ് അവേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പം മാർച്ച് 30 ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് എന്ത് കിട്ടും, ഗിവ് അവേസുകൾ കിട്ടും. അപ്പോൾ അതിൽ ഗിവ് അവേസുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്താണ്, ഒന്നില്ലെങ്കിൽ ടോൺ ആക്കി മാറ്റാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോൺ ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിച്ചു തരിക, അല്ലെങ്കിൽ ഈ ഗിഫ്റ്റൊക്കെ എപ്പോഴാണ് അൺലോക്ക് ആവുന്നത് ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. അപ്പോൾ ഇതിന്ന് ആൾറെഡി കിട്ടിയിട്ടുള്ള ക്യാപ്പും അങ്ങനെയുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, സെല് ചെയ്യാം. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് അവിടെ ഓപ്ഷനിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗിവ് അവേ മാർച്ച് 30 ഡോൺ മിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. 1885 പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ മേജറായിട്ട് എന്താണ് ബ്രോ നെഗറ്റീവ് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇവൻ്റെ ട്രഷറി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവർ എത്രത്തോളം ഗിഫ്റ്റാണ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 3010 ഗിഫ്റ്റ് മാത്രമാണ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3010 ഗിഫ്റ്റും 1 മില്യൺ ആൾക്കാരും അതിൽ ബേസിക് എന്ന് പറഞ്ഞാൽ 1629, യൂണിക് എന്ന് പറഞ്ഞിട്ട് 1029, എപ്പിക് എന്ന് പറഞ്ഞിട്ട് 352 ഗിഫ്റ്റ്സ് മാത്രമാണ് അവിടെ കിടക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ചാൻസ് ഉണ്ടോ ഈ ഒരു ഗിവ് അവേക്ക് കിട്ടാൻ? തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഒരിക്കലും എന്താവുന്നില്ല, ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ റെഫറൽ കയറ്റിയ ആളായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഡെയിലി ടാസ്കുകളൊക്കെ എൻഗേജ്മെൻ്റ് ആയിക്കോട്ടെ, അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു മാർച്ച് 30 ഉള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെയിലി കോഡായിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമുക്കൊക്കെ ഇത് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ വളരെയധികം റെയറായിട്ടാണ് ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കാലം 10-15 ദിവസമൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ആരായി? തീർച്ചയായിട്ടും വളരെയധികം മണ്ടന്മാരാക്കിയില്ലേ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ടെലിഗ്രാമിൽ നമുക്കിപ്പോൾ ഈ ഒരു ടോൺ ബ്ലോക്ക് ചെയിൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ടെലിഗ്രാം ആയിക്കോട്ടെ, നമ്മളുടെ ആൾക്കാരിനെ വളരെയധികം അവൻ്റെ യൂസേഴ്സും അവൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. അപ്പോൾ നമ്മൾ എല്ലാവരും ടെസ്റ്റ്നേറ്റ് മാറിയില്ലേ ബ്രോ, ഇല്ലെങ്കിൽ നമുക്ക് എന്താ ഡീപ്പിലേക്ക് മാറാലോ ബ്രോ, അങ്ങനെ പറയുന്നവരും അതിലും ഇപ്പോൾ ഒരുപാട് പറ്റിപ്പുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യും, എല്ലാവരും റഗ് ചെയ്തിട്ട് നമുക്കൊന്ന് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷനോ ഇല്ലെങ്കിൽ നമുക്കത് സെല് ചെയ്യാനോ ഇല്ലെങ്കിൽ നമ്മുടെ വാലറ്റിൽ ആ ടോക്കൺസ് ഒക്കെ കിടക്കാനോ അവർ എന്ത് ചെയ്യുന്നില്ല, ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നില്ല. അവരൊക്കെ സെല് ചെയ്ത് അവരൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് എന്ത് ചെയ്യും, ഒരു ഡസ്റ്റ് വേസ്റ്റ് പോലെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ട് അവരെന്ത് ചെയ്യും, ബൈ പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ്. അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ പ്രൊജക്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ടെലിഗ്രാം ട്രഷറി, അതായത് ഡോഗ് സപ്പോർട്ടായിട്ടുള്ള ഈ പ്രൊജക്റ്റ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടോട്ടൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് 3010 ഗിഫ്റ്റേ ഉള്ളൂ. 1 മില്യൺ ആൾക്കാരുണ്ട്. അതിൽ എത്രത്തോളം പെർസെൻറ്റേജ് ആൾക്കാർക്കാണ് ഇത് കൊടുക്കുക എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ W കോയിനാണ്. അപ്പോൾ W കോയിൻ എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ഡിസപ്പോയിൻമെൻറ്റും ഇറിറ്റേറ്റിങ്ങും ആവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റാണ് ഈ W കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. എനിക്കിതിൽ കയറുമ്പോൾ എനിക്ക് വളരെയധികം ഫ്രസ്ട്രേഷൻ ആവുക. അപ്പോൾ അത്രത്തോളം രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ വെറുപ്പിക്കാൻ പറ്റുന്നോ അത്രത്തോളം വെറുപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ W കോയിൻ എന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി അവൻ്റെ മേജർ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ 29/4, അതിലും 2025 എന്ന് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് ഏത് വർഷമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഏപ്രിൽ മാസം 29 നമ്മുടെ W കോയിൻ ലിസ്റ്റ് ആവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മേ ബി ഇത് അടുത്ത മാസം ആകുമ്പോൾ വീണ്ടും നീട്ടാനും ഇപ്പോൾ ഒരു 4 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ W കോയിൻ മാത്രമാണ്. ഇതൊക്കെ ടാപ്സ് ആപ്പിൻ്റെ കണക്കാണ്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, വളരെയധികം കുറഞ്ഞ ഒരു എമൗണ്ട് മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ പൈസ മുടക്കണ്ടെന്ന് ഞാൻ 100 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മുടക്കിയ ആൾക്കാർക്ക് വളരെയധികം നഷ്ടം ഉണ്ടാവാൻ സാധ്യതകൾ ഏറെയാണ് ഈ പ്രൊജക്റ്റ്. അപ്പോൾ W കോയിൻ ലിസ്റ്റിംഗ് ഡേറ്റ് കൺഫേം മേഡ്സ് വി ഫൈനലി മെയ്ഡ് ഇറ്റ്. ഫൈനലി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ മന്ത് ഓഫ് ബിൽഡിംഗ് ഗിഡിംഗ് ആൻഡ് പുഷിംഗ് ത്രൂ എവറി ചലഞ്ച് W കോയിൻ ഈസ് ഒഫീഷ്യലി ലിസ്റ്റിംഗ് ഓൺ April 29 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നോ മോർ ഡിലേ, നോ മോർ സൂൺ, ദിസ് ഈസ് റിയൽ, ഇറ്റ് ഈസ് ഹാപ്പനിങ്, CEX കൺഫേംഡ്. ഈ CEXൻ്റെ കാര്യം അവർ ഒരു 4-6 മാസമായി പറയാൻ തുടങ്ങിയിട്ട് ഏത് CEXലാണ് അവർ വരാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. മേ ബി കൂടുതലായിട്ട് നമ്മുടെ എല്ലാ പ്രൊജക്റ്റും വെൽക്കം ചെയ്യുന്ന ബിറ്റ്ഗെറ്റിൽ തന്നെയായിരിക്കും ഈ ഒരു പ്രൊജക്റ്റ് വരാൻ പോകുന്നത്. ദ മാർക്കറ്റ് ഈസ് ഓൺ അവർ സൈഡ്, മൊമെന്റ് ഈസ് ഹിയർ ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ സ്ട്രെച്ച് ബിഫോർ എവറിത്തിങ് ചേഞ്ച്. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ സ്ട്രെച്ച് എന്നാണ് അവർ തൊട്ട് മുമ്പത്തെ പോസ്റ്റിലും പറഞ്ഞത്. ഇതിലും അതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എവറിത്തിങ് യു ഡു നൗ കൗണ്ട്സ് മോർ ദാൻ എവർ. കണക്റ്റഡ്, ടോൺ വാലറ്റഡ്, ക്യാമ്പയിൻ, പ്രീ സെയിലിംഗ് ടാസ്ക്, മെയ്റ്റ് ഇൻവെന്റേഷൻ, അതേപോലെ തന്നെ
ആൾ ആപ്പ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൾ ആക്ടിവിറ്റി ബൂസ്റ്റ് യുവർ പ്ലേസ് ഇൻ ദ എയർ ഡ്രോപ്പ് ക്യൂ. യെസ്, എവറി വൺ സ്റ്റിൽ ഹാസ് എ ചാൻസ് ടു ക്ലെയിം ദ സ്പോട്ട് ഇൻ എയർ ഡ്രോപ്പ്. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് അനൗൺസ്മെൻറ്റും കൂടുതലായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ അനൗൺസ്മെൻറ്റും അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത്ര മാത്രമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, അവർ അനൗൺസ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എത്ര മാസം കാത്തിരിക്കണം? വീണ്ടും ഒരു മാസം ഈ ഒരു ചവറായിട്ടുള്ള ഈ ഒരു ഡസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യമുള്ള പ്രൊജക്റ്റിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡബ്ല്യു കോയിൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ട്രഷറി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ കളിക്കണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഒരുപാട് റീൽസും കണ്ട ഈ ഓരോരോ കാര്യങ്ങളൊക്കെ കാണുന്നതിനിടെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് നല്ല രീതിയിൽ തന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു പൈസ കിട്ടുമ്പോൾ അതിപ്പോൾ 100 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, 10 രൂപ ആയിക്കോട്ടെ, 1 രൂപ ആയിക്കോട്ടെ, എത്ര കിട്ടിയാലും അത് ലാഭമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയും കയറണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ ട്രഷറിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, താഴെ കൊടുക്കാം. അതേപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഈ ഒരു ടെലിഗ്രാം പ്രൊജക്റ്റ് അല്ലാതെ ഒരുപാട് ടെസ്റ്റ് നെറ്റുകൾ ഞാൻ അവിടെ ഇടുന്നുണ്ട്, പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഇടുന്നുണ്ട്, സോഷ്യൽ എയർ ഡ്രോപ്പ് ഇടുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഇല്ലെങ്കിൽ വൈറ്റ് ലിസ്റ്റ് ഇടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ടെലിഗ്രാം ചാനലിലും നിങ്ങൾ എൻ്റെ ജോയിൻ ആവുക. അപ്പോൾ ടെലിഗ്രാം ചാനലായി ഇത് മാത്രമല്ല, നമുക്ക് കുറേ ലൂട്ട്സ് കിടക്കുന്നുണ്ട്. വെറുതെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് 170 രൂപ കിട്ടുന്ന ഏഞ്ചൽ വണ്ടിൽ ലൂട്ട് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. വെറുതെ രജിസ്റ്റർ ചെയ്താൽ പോരാ, അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം, ആധാർ കൊടുക്കണം, പാനും കൊടുക്കണം, KYC കംപ്ലീറ്റ് ആക്കി ആക്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 170 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. അതേപോലെ തന്നെ എനിക്കും കയറും, നിങ്ങൾക്കും കയറും, നിങ്ങൾക്ക് റെഫർ ചെയ്യുന്ന ആൾക്കാർക്കും കയറും, എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആവുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.